പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നിന്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. യഹോവ അരുളി ചെയ്തു, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊരിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ഒത്തിരി പ്രസംഗങ്ങൾ ഈ വാക്യത്തിനകത്തുനിന്ന് നാം കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ ഒട്ടനവധി ചിന്തകൾ ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ മനസ്സിനകത്ത് വന്നേക്കാം. പക്ഷെ സ്നേഹത്തോടെ ഹൃദയത്തിൽ തട്ടി ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. പ്രിയരെ, വചനം കൃത്യമായി പറയുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ ആശയം തന്നെ അതൊരു പുറപ്പാടാണ്. എക്സോഡസ്. എവിടെ നിന്നുള്ള പുറപ്പാട്? അടിമത്വത്തിൽ നിന്ന് ജയാളികളെ പോലെയുള്ളൊരു യാത്രയാണ്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇമ്മലകളിൽ നമ്മിൽ വെളിപ്പെട്ടു നിന്ന പൈശാചിക മുഖങ്ങളെ തകർത്ത് ദൈവസഭ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എന്തിനു വേണ്ടി? നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം കൈമാറിയ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ ഉള്ളൊരു യാത്രയിലാണ് നമ്മൾ. ഹല്ലേലൂയ. അതിനകത്ത് എഴുന്നേറ്റ് വരുന്നൊരു ശക്തനായ വ്യക്തിത്വമുണ്ട്. മോശ എന്നാണ് പേര്. നമുക്കെല്ലാവർക്കും അറിയാം മോശയുടെ ജനനം. ജനിക്കുമ്പോൾ തന്നെ വേദപുസ്തകം പറയുന്നു അതിസുന്ദരനായിരുന്നു. അവൻ്റെ മാതാവ് കൂടാരത്തിനകത്ത് അവനെ ഒളിപ്പിച്ചു. ഒട്ടനവധി പ്രതിസന്ധികൾ വന്നിട്ടും പ്രതികൂലങ്ങൾ വന്നിട്ടും അവൻ്റെ ജീവന് നേരെ വെല്ലുവിളികൾ വന്നിട്ടും പ്രതികൂലത്തിൻ്റെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും പലപ്പോഴൊക്കെയും നമ്മൾ എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ആ കൂടാരത്തിനകത്ത് വെളിപ്പെട്ടു എങ്കിലും പക്ഷെ വചനം പറയുന്നു ദൈവം മോശയെ സംരക്ഷിച്ചു. ഇമ്മലകളിൽ പ്രതിസന്ധികൾ വരാഞ്ഞിട്ടല്ല, പ്രതികൂലങ്ങൾ വരാഞ്ഞിട്ടല്ല, അവിടെയൊന്നും തകർന്നു പോകാതെ നമ്മുടെ ജീവനെ സംരക്ഷിച്ചൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. നമ്മുടെ കൂടാരത്തിനകത്ത് വന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവനെ അപകരിച്ചു പോകുമോ എന്ന് ചിന്തിച്ച രാത്രികളിൽ, ചിന്തിച്ച ദിനരാത്രങ്ങൾക്കകത്ത് ഈ വിഷയം എന്നെ കൊണ്ടേ പോകത്തുള്ളൂ, എൻ്റെ തലമുറയെ കൊണ്ടേ പോകത്തുള്ളൂ, എൻ്റെ കുടുംബത്തെ തകർത്തേ പോകത്തുള്ളൂ എന്ന് ചിന്തിച്ച സമയത്തിലും തകരാതെ വണ്ണം നമ്മെ നിർത്തി ഇന്ന് പകൽ ജീവനോടെ നിർത്തിയത് ദൈവം നമ്മെ സംരക്ഷിച്ചത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ അറിയാത്ത ദൈവിക സംരക്ഷണം നമ്മുടെ കൂടാരത്തിനകത്തുണ്ടായിരുന്നു. ഈ പകൽ ആർക്കും പറയാൻ കഴിയില്ല ഞാൻ നിന്നത് എൻ്റെ മിടുക്ക് കൊണ്ടെന്ന്, ഞാൻ ഇതുവരെ എത്തിയത് എൻ്റെ കഴിവ് കൊണ്ടെന്ന്, ഞാൻ ഇതുവരെ പഠിച്ചതും വിദ്യാഭ്യാസം നടത്തിയതും ഇതുവരെ എത്തിയതും എൻ്റെ കഴിവും എൻ്റെ പ്രാപ്തിയും കൊണ്ടെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയാം, നിന്നെപ്പോലൊരു മൂഢനായ മനുഷ്യൻ വേറെയില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ ഇതുവരെ എത്തിയത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയരെ, മോശയുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നിട്ട് തകരാതിരുന്നതിന് കാരണം അവൻ്റെ ജീവന്റെ പിന്നിൽ ചലിച്ചൊരു ദൈവിക വാഗ്ദത്തമുണ്ട്. ഈ പകൽക്കാലം ഈ ഭൂമിയിൽ ഇന്നും ജീവനോടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൂതുവായി മാറാം. നിന്റെ ജീവന്റെ പുറകിൽ ചലിക്കുന്ന ഒരു ദൈവിക വാഗ്ദത്തമുണ്ട്. അത് പ്രാപിച്ചെടുക്കാതെ ഈ ഭൂപ്പരപ്പ് വിട്ട് ദൈവം നിന്നെ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം
കണ്ണുകൊണ്ട് കണ്ടിട്ട് മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകത്തുള്ളൂ. ഈ ഭൂമി വിട്ടു പോകുമ്പോ ദൈവം എന്നെ കുറിച്ച് കണ്ടതെല്ലാം പ്രാപിച്ചെടുത്തിട്ടേ പോകത്തുള്ളൂ എന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കണം. ഇന്നുള്ള പ്രതിസന്ധിയെ നോക്കരുത്, പ്രതികൂലത്തെ നോക്കരുത്, ഇന്നുള്ള ഉയർച്ച താഴ്ചകളെ നോക്കരുത്. അതിന്റെ പുറകിലും ചലിക്കുന്ന ദൈവത്തിന്റെ ഒരു മറവിടമായൊരു സംരക്ഷണമുണ്ട്. ഒരു കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ എന്റെ ദൈവം ചിറക് വിരിച്ച് നിന്നെ മറച്ചു പിടിച്ചിരിക്കുന്ന ആ സംരക്ഷണമില്ല. അതിനകത്തുനിന്ന് നിന്നെ തട്ടി തകർത്തുകളയോ ഒരു പൈശാചിക പദ്ധതികൾക്കും കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരേ, മോശയുടെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിൻ്റെയും ഒട്ടനവധി പരാജയങ്ങളുടെയും എങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയാമെ ചിന്തിക്കാൻ കഴിയാത്ത ബാല്യം. ആമേ. എന്താണ് അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ? ബാല്യമെന്ന് പറയുന്നത് ഓർമ്മ വച്ച നാൾ മുതൽ അവൻ കൊട്ടാരത്തിനകത്താണ്. പക്ഷേ അവൻ കേൾക്കുന്ന വാർത്തകളെല്ലാം ഇന്നലകളിൽ അവനെ സംരക്ഷിച്ച ദൈവത്തിൻ്റെ കരമാണ്. അവൻ ജീവിക്കുന്നത് കൊട്ടാരത്തിലാണെങ്കിലും അവൻ കേൾക്കുന്ന ശബ്ദം മുഴുവനും ദൈവത്തിൻ്റെയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? വചനം പറയുന്നു, എബ്രായ ലേഖനം പറയുന്നു, വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ, വിശ്വാസത്താൽ മോശതാൻ വളർന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ബാല്യം മുതൽ ഓരോ ദിവസവും അവൾ വളർന്നത് ദൈവത്തിലുള്ള വിശ്വാസത്താലാണ്, ദൈവത്തിലുള്ള ആശ്രയത്തിലാണ്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവവൈതലുണ്ടോ? നിന്റെ ജീവിതം അർഹതയില്ലാത്ത രീതിയിൽ ഓരോ പടിയായി ഉയർച്ചകൾ വേണമോ? താഴ്ചയിലിരിക്കുന്ന നിന്നെ ദൈവം അർഹതയില്ലാത്ത ഇടങ്ങളിൽ ദൈവം നിന്നെ കൊണ്ടിരുത്തണോ? ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. നീ വിശ്വാസത്താൽ വളരുന്നവനായി മാറണം. എങ്ങനെ വളരണം? വിശ്വാസത്താൽ വളരണം. ആരിലുള്ള വിശ്വാസത്താ? ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസത്താ. അവനിൽ വിശ്വസിച്ച് നീ ഓരോ ദിവസവും മുന്നോട്ട് വയ്ക്കുമ്പോൾ നിന്റെ കണ്ണിന്റെ മുൻപിൽ അവർണ്ണനീയമായ ഭാവികൾ വെളിപ്പെടും. ആരുടെ ഒന്നറിയില്ല, ദൈവാത്മാവ് വ്യക്തമായി ദൂത് കൈമാറുക. ജീവിതം മടുത്തിരിക്കുന്ന ആരെയോ ദൈവാത്മാവ് തട്ടി വിളിച്ചു ദൂത് കൈമാറുക. വിശ്വാസത്തിലൊന്ന് ചലിച്ചു നോക്ക്. നിന്റെ വളർച്ച നീ വേഗത്തിൽ കാണും. നിന്റെ ഉയർച്ച നീ വേഗത്തിൽ കാണും. നിന്റെ വിശ്വാസത്തിന്റെ ആഴം ഈ പകൽ വർദ്ധിക്കട്ടെ. ഈ പകൽ വിശ്വാസത്താ ഈ പകൽ മടക്കാൻ തീരുമാനിച്ച ആർ യു റെഡി ടു വാക്ക് ഇൻ ഫെയ്ത്ത്? ഈ പകൽ വിശ്വാസത്താ ഓരോ പകല് സ്റ്റെപ്പ് വയ്ക്കാൻ തീരുമാനിച്ച വചനം പറയുന്നു, അവർണ്ണനീയമായ ചിലവ് ദൈവം നിന്നെ കരുതുന്നവനാണ്. ഓ ബാല്യം മുതൽ അവൻ വളർന്നു വന്നത് വിശ്വാസത്താലാണ്. ഈ പകൽക്കാലം ജീവിതത്തിൻ്റെ സാഹചര്യം നോക്കരുതേ, ഇന്നിൻ്റെ അവസ്ഥകൾ നോക്കരുതേ, ഇന്നിൻ്റെ ശൂന്യതകൾ നോക്കരുതേ. ഇന്ന് നിനക്ക് കരുതാൻ ആരും കാണില്ല, നിന്നെ ചേർത്ത് പിടിക്കാൻ ആരും കാണില്ല. ഒരുപക്ഷെ ഒരു നന്മയെടുത്ത് നിന്റെ കരത്തിൽ തന്നിട്ട് അത് ചെയ്യാൻ പറയാൻ ആരും കാണില്ല. ഈ പകൽ ജീവിതം മുഴുവനും ശൂന്യമായിരിക്കുക. സപ്പോർട്ട് ചെയ്യാൻ ഒരു വ്യക്തി പോലും കാണില്ല. ഒരു നല്ല വാക്ക് പറഞ്ഞ് എൻകറേജ് ചെയ്യാൻ ആരും കാണില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം അറിഞ്ഞ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചു നിന്ന, അറിഞ്ഞ വിശ്വാസത്തിനകത്ത് സ്റ്റെപ്പ് എടുത്തു വച്ച നിന്റെ നാളുകൾ വിശ്വാസത്താലുള്ള വളർച്ചകൾ കാണും, വിശ്വാസത്താലുള്ള ഉയർച്ചകൾ കാണും. ചുമ്മാ ഒരു പ്രസംഗിച്ചു വിടുകയല്ല. ഈ പകൽ അങ്ങനെ ഒരു ഫേവർ ചിലരുടെ ജീവിതത്തിൻ്റെ മേൽ ഇറങ്ങി നിൽക്കുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണിക്കുന്നു. അർഹതയില്ലാത്ത ദേശങ്ങളുടെ നന്മ നിന്നെ തേടി വരുന്നൊരു വെളിപ്പാട് ഈ പകൽ ദൈവാത്മാവിനെ കാണിക്കുക. വിശ്വസിക്കാമെങ്കിൽ ഈ ദൂത് ഏറ്റെടുത്തു. ഈ പകൽ നിങ്ങൾ ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ദൂത് ഞാൻ പൊട്ടനെ പോലെ ആമേൻ പറഞ്ഞു സ്വീകരിക്കുക. ദൈവാത്മാവിനോട് പറയുന്നു, സ്റ്റെപ്പ് എടുത്തു വയ്ക്ക്, വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വയ്ക്ക്. ഇന്നിന്റെ സാഹചര്യം നോക്കരുത്, ഇന്നിന്റെ അവസ്ഥ നോക്കരുത്, എല്ലാം ശൂന്യമാണോ? ഓ നോ നോ നോ, ഡോണ്ട് വറി. ഈ പകൽ ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുക, ദൈവം നിന്നെ ഉയർത്താൻ പോകുക, ദൈവം നിന്നെ മാനിക്കാൻ പോകുക. ഈ പകൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വയ്ക്ക്. ദൈവത്തിന്റെ കരുതലുകൾ. നമുക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസമുണ്ടോ? ഉണ്ട്.
ഹൃദയത്തിൻ്റെ ഏതോ കോണിലൊക്കെ വിശ്വാസമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹൃദയത്തിൻ്റെ ഏതോ കോണിലൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസത്തെ ഒന്ന് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയാറില്ല. ആ വിശ്വാസം ഒന്ന് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ കഴിയാറില്ല. ആ വിശ്വാസം പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടാണ് പല നന്മകളും നമ്മൾ കാണാത്തത്, പല കരുതലുകളും കാണാത്തത്. പ്രിയരെ, ഒന്ന് ശ്രദ്ധിച്ചേ. 25 വർഷം കാത്തിരുന്ന ഒരു മകൻ ജനിക്കുന്നേ. ആ മകൻ്റെ കൈ വളർന്നു, കാല് വളർന്നു. എമ്മു നോക്കി അബ്രഹാം ഇസഹാക്കിനെ വളർത്തിയത്. പക്ഷെ വചനം പറയുന്നു, ഇസഹാക്കിനെ യാഗമർപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ മടി കൂടാതെ അബ്രഹാം വീട്ടിൽ നിന്ന് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു വെച്ചു. ഈ പകൽക്കാലം കേട്ടോ, വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്തു വെച്ചു. മോറിയ ദേശത്ത് കയറി, മല കയറി മോറിയ ദേശത്തെത്തി. യാഗപീഠം പണിതു. യാഗപീഠം അവിടെ ഉണ്ടായിരുന്നില്ല. പുതുതായൊരു യാഗപീഠം പണിതു. യാഗവസ്തുവിനെ കിടത്തുന്നത് പോലെ മകന്റെ കൈകാലുകൾ കെട്ടി യാഗപീഠത്തിന്റെ മേൽ കിടത്തി. ഇന്ന് പകൽക്കാലം കേട്ടോ, ഒരപ്പന്റെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് കണ്ടോ, അവനൊരു ഉറപ്പുണ്ട്. ദൈവമാണ് എനിക്ക് വേണ്ടി ചലിക്കുമെങ്കിൽ എൻ്റെ തലമുറ തകരില്ലെന്നൊരു ഉറപ്പ്. പ്രിയരെ, യാഗപീഠത്തിന്റെ മേൽ യാഗവസ്തുവിനെ കിടത്തുന്നത് പോലെ ഇസഹാക്കിനെ കിടത്തി. കത്തിയെടുത്ത് കഴുത്തിന്റെ നേരെ ഓങ്ങിയപ്പോ ദൈവത്തിന്റെ കരുതലിന്റെ ശബ്ദം കേട്ടു. ഈ പകൽക്കാലം ആത്മാവിൽ തന്റെ ഇടമുണ്ടോ? ഹൃദയത്തിന്റെ കോണിൽ വിശ്വാസമുണ്ടോ എന്നല്ല, വിശ്വാസം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവന്ന് ഓരോ സ്റ്റെപ്പ് എടുത്ത് ഈ പകൽക്കാലം വച്ചു കഴിഞ്ഞ് ഈ പകൽക്കാലം മോറിയാമല നിനക്ക് വേണ്ടി കരുതലിന്റെ മലയായി മാറ, നിനക്ക് വേണ്ടിയുള്ള കരുതലിന്റെ ഇടമായി മാറും. നിന്റെ തലമുറ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഉലകത്തിൽ ആരും ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത യാഗമർപ്പിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന, ദൈവത്തിന്റെ മഹത്വമിറങ്ങുന്ന ഈ പകൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വയ്ക്ക. പ്രിയരെ, പഴയ നിയമത്തിനകത്ത് ആരുടെ യാഗത്തിന് വേണ്ടിയും ദൈവം കരുതിയിട്ടില്ല. പക്ഷെ ഒരു ഭക്തൻ ദൈവസന്നിധി വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വെച്ച് മോറിയ ദേശത്തെത്തിയപ്പോ കരുതേണ്ട വ്യക്തിയെ, കരുതേണ്ട യാഗമൃഗത്തെ ദൈവം കരുതി. ഹലോ, ദൈവം കരുതി. അവൻ കൊണ്ടുപോയ തലമുറയെ തിരിച്ചു കൊണ്ടുവന്നു. അവൻ കൊണ്ടുപോയ നന്മയെ തിരിച്ചു കൊണ്ടുവന്നു. ദൈവത്തിന്റെ കരുതൽ യാഗപീഠത്തിന്റെ മച്ചു സ്വർഗം പ്രസാദിച്ചു. അവിടെ കൊണ്ട് തീർന്നില്ല. പഴയ നിയമത്തിനകത്തും പുതിയ നിയമത്തിനകത്ത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് സാക്ഷ്യം ലഭിച്ച ഒരേ ഒരു വ്യക്തി അത് അബ്രഹാമാണെങ്കിൽ, ഈ പകൽക്കാലം പഴയ നിയമത്തിനകത്ത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു എന്ന് സാക്ഷ്യം ലഭിച്ചത് അബ്രഹാം ആണെങ്കിൽ, ഈ പകൽ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്ക്. നിന്നെ ദൈവം നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ഒരു മനുഷ്യൻ എടുത്തു വെച്ച് 2 വാക്ക് പറയുന്നത് പോലെയാണോ സാക്ഷാലുടയവൻ നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നേ? ഒരു ദൈവം നിന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നേ? ഇവൻ എൻ്റെ ദാസനാണെന്നും, ഇവൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവനാണെന്നും, ഇവൻ എൻ്റെ സ്നേഹിതനാണെന്നും അബ്രഹാമിന് സാക്ഷ്യം ലഭിക്കാൻ കാരണം അവൻ വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തു വെച്ചു. പ്രിയരെ, മോശ വളർന്നത് വിശ്വാസത്താൽ. ഈ പകൽ വളരണമോ? വിശ്വാസത്താൽ വളരണം. കിടമുറങ്ങിയ നടക്കില്ല. വിശ്വാസത്താൽ ചലിക്കണം. ചുമ്മാ ജീവിച്ച നടക്കില്ല, വിശ്വാസത്താൽ ജീവിക്കണം. വിശ്വാസത്തിന്റെ പ്രത്യേകത എന്ത്? നീ കേട്ട ഫോൺ കോൾ വിശ്വസിക്കരുത്. നിന്റെ ജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ വിശ്വസിക്കരുത്. ഇന്ന് പകൽ വിശ്വസിക്കണം. നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവത്തെ വിശ്വസിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ ആ ദിവസം വരെ, അന്ത്യത്തോളം എന്നെ അവൻ കാപ്പാൻ ശക്തനാണ്. ആ ദൈവത്തെ നോക്കി വിശ്വാസത്തിന്റെ ഓരോ ചുവടും നീ വച്ചു കഴിഞ്ഞ് നീ പരാജയപ്പെടത്തില്ല. നീ വിജയിക്ക തന്നെ ചെയ്യൂ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ. ഹല്ലേലൂയ. മോശയുടെ ബാല്യം മുതൽ മോശ വിശ്വാസത്താൽ വളർന്നു വരികയാണ്. ഈ പകൽ എന്നെ കേൾക്കുന്നുണ്ടോ? മോശയുടെ ബാല്യമൊക്കെ നമുക്കറിയാം. കൊട്ടാരത്തിൻ്റെ അനുഗ്രഹത്തിനകത്താണെങ്കിലും അവൻ്റെ ജനനം വലിയ ശൂന്യതയായിരുന്നു.
വലിയ ശൂന്യതയായിരുന്നു. അമ്മേ, വചനം പറയുന്നു, അമ്മേ, കൂടാരത്തിനകത്ത് ഏകദേശം മാസങ്ങൾ അവൻ്റെ മാതാവ് അവനെ ഒളിപ്പിച്ചു വച്ചു. മിസ്രൈമിലെ ആരും അവൻ്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ പുറത്തു ശബ്ദം വരാത്ത രീതിയിൽ അവനെ ഒളിപ്പിച്ചു വച്ചു. വേദപഠിതാക്കളും ചരിത്രങ്ങളും ഒക്കെ പറയുന്നത്, ഒരുപക്ഷെ മിസ്രൈമിൻ്റെ മണ്ണിൽ അടിമവേല ചെയ്ത ഭവനത്തിനകത്ത് മോശ ജനിച്ചപ്പോൾ മോശക്കുഞ്ഞ് കരയുന്ന സമയത്ത് അവൻ്റെ മാതാവ് വായ് പൊത്തി പിടിച്ചിരിക്കണം. അതുകൊണ്ടായിരിക്കാം മോശയുടെ ശബ്ദം, നാവ് വിക്കുള്ളതായി മാറിയതെന്നൊക്കെ വേറൊരു അഭിപ്രായമുണ്ട്. എന്തായാലും ജീവിതത്തിൻ്റെ ഇന്നലകൾ ശൂന്യമാണ്. ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ പോലും, ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാത്ത ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്തുനിന്ന് ഒരു ഞാങ്ങണപ്പെട്ടിക്കകത്തൊതുക്കി നൈലിനകത്ത് തള്ളിവിടുമ്പോൾ ആമേൻ, മോശയുടെ അമ്മയ്ക്കൊരു പ്രതീക്ഷയില്ല, തൻ്റെ സഹോദരിക്കൊരു പ്രതീക്ഷയുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നൈലിനകത്ത് മുങ്ങിത്തകരും. ഇന്നല്ലെങ്കിൽ നാളെ നൈലിനകത്തുള്ള മത്സ്യങ്ങൾ ഭക്ഷിക്കുന്ന ഒരാഹാരമായി മോശക്കുഞ്ഞു മാറുമെന്ന് കരുതി വിദൂരതയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഈ പകൽക്കാലം ആരെയൊക്കെ നോക്കി ആത്മാവ് ദൂതുകൈ മാറുക. ജീവിതത്തിൻ്റെ ശൂന്യത കണ്ട്, ജീവിതത്തിൽ വന്ന പ്രതികൂലം കണ്ട്, ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് കണ്ട് എത്രയോ ദിനരാത്രങ്ങളിൽ ജനിപ്പിച്ച അപ്പനമ്മമാർ പോലും പ്രതീക്ഷകൾ അറ്റുപോയ സാഹചര്യങ്ങളുണ്ട്, പ്രതീക്ഷകൾ അവസാനിച്ച സാഹചര്യങ്ങളുണ്ട്. എത്രയോ പേർ വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടെന്നറിയാമോ? പാസ്റ്റേ, എൻ്റെ കൂടാരത്തിനകത്തുനിന്ന് പോലും ഒരു സപ്പോർട്ടില്ല, ജനിപ്പിച്ച അമ്മ പോലും തള്ളി പാർത്തി നിറഞ്ഞ് അമ്മയെ ചേർത്തു നിർത്തിയവർ അമ്മ പോയി ചത്തുകളായെന്ന് പറഞ്ഞ എത്രയോ ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് നോക്കിയ പ്രിയരെ, ജനിപ്പിച്ച അമ്മ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. മോശക്കുഞ്ഞിന് എന്ത് സംഭവിക്കുമെന്നറിയാൻ കഴിയാതെ വിദൂരതയിൽ നൈലിനകത്ത് വാഗ്ദത്തത്തിൻ്റെ മോശക്കുഞ്ഞ് ഒഴുകി നടക്കുമ്പോൾ ദൈവം മോശയ്ക്ക് വേണ്ടി ഫറവോന്റെ കൊട്ടാരത്തെ കരുതിയെങ്കിൽ ഈ പകൽ നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം അർഹതയില്ലാത്ത വേഷങ്ങളുടെ നന്മകള് ഈ പകൽ ഇന്ന് പകൽ കരുതിയിട്ടുണ്ട്. ദൈവസന്നിധി വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് വയ്ക്ക്. കരുതാൻ ആരും കാണില്ല. ഇമ്മുള്ള കരങ്ങളെല്ലാം പിൻവലിക്കപ്പെടും. ചേർത്ത് പിടിച്ചവരെല്ലാം ഒറ്റപ്പെടുത്തും. ചേർത്ത് പിടിക്കാൻ ആരും കാണാത്ത രാത്രികൾ വെളിപ്പെടും. പക്ഷെ ദൈവം എന്നോട് പറയുക, ചില രാജ്യങ്ങളുടെ മന്മ നിന്നെ തേടി വരും, നിന്നെ തേടി വരും, നിന്നെ തേടി വരും. നിന്നെ കരം നീട്ടി ചില നന്മകൾ പിടിക്കും, ചില നന്മകൾ പിടിക്കും. അസാധാരണമായി നിന്നെ വളർത്താൻ അവൻ്റെ ശൂന്യത എന്തെന്ന് ദൈവം തിരിച്ചറിഞ്ഞിട്ട് വചനം പറയുന്നു, വചനം പറയുന്നു, കൊട്ടാരത്തിലെ 40 വർഷത്തെ യാത്ര അവസാനിപ്പിച്ചിട്ട് അവിടെ നിൽക്കാൻ കഴിയാത്ത പ്രതികൂലത്തെ മിസ്രൈമിൽ കൊണ്ടിട്ടിട്ട് അവനെ ദൈവം അടർത്തി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. എൻ്റെ പൊന്നെ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കർത്തൃദാസനെ നൈലിൽ നിന്നാ കയറി കൊട്ടാരത്തി ഇരുന്നേ, അവിടെ നിന്നും കർത്താവ് തട്ടി മരുഭൂമിയിലിട്ട നമ്മുടെ അവസ്ഥ എന്താകും? പ്രിയരെ, കൊട്ടാരത്തിലിരുന്ന മോശ 40 വർഷം കൊട്ടാരവാസം കഴിയുമ്പോൾ ദൈവം അവനെ ഡയറക്റ്റായി മരുഭൂമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ, ജീവിതത്തിനകത്തെല്ലാം നന്മകളും ഉണ്ടായിരുന്നു, എല്ലാ അനുഗ്രഹമെന്ന് പറയത്തക്ക രീതിയിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇന്നലകളുടെ ജീവിതത്തിനകത്തൊന്നിനും കുറവില്ലാതെ ജീവിച്ചിരുന്നതാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് ഞങ്ങളുടെ ജീവിതം മരുഭൂമിയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഒറ്റപ്പെട്ടുപോയി എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രിയരെ, കൊട്ടാരത്തിൻ്റെ അവസ്ഥയിൽ കൂടെ ഇരുന്ന ദൈവം പിന്നെ മരുഭൂമിയിലും തള്ളിക്കളയില്ല കേട്ടോ. ഒറ്റപ്പെട്ടു എന്ന് തോന്നിയാലും, തീർന്നു എന്ന് തോന്നിയാലും, കരുതാൻ ആരുമില്ലേലും, നിന്റെ ശബ്ദം കേൾക്കാൻ ആരുമില്ലേലും, മൃഗങ്ങളുടെ കൂടെയാണ് വാസമെങ്കിലും ഈ പകൽ മോശയെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്.
ഈ പകൽക്കാലം മരുഭൂമി അനുഭവിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്? എത്ര അധ്വാനിച്ചിട്ടും, എത്ര പ്രയാസപ്പെട്ടിട്ടും, എത്ര കരകയറാൻ ശ്രമിച്ചിട്ടും ഒരു നല്ല വഴി കാണാൻ കഴിയാതെ ജീവിതത്തിൻ്റെ മുൻപിൽ ശൂന്യതകൾ മാത്രം അനുഭവിച്ചു നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ മരുഭൂമിയിൽ നീ ഒറ്റക്കല്ല. എമ്മവാണ് ദൈവം ഈ പകൽക്കാലം നിനക്ക് തരുന്നൊരു ദൂത്. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ മാത്രമല്ല, മരുഭൂമിയിലും കൂടെ ഇരിക്കുന്നവനാണ് ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നു, മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടെ നടന്നാലും അവൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. സങ്കീർത്തനം 34 വചനം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും അവൻ്റെ സ്തുതി എപ്പോഴും. അപ്പോൾ അതൊന്ന് പറയാം, അവൻ്റെ സ്തുതി എപ്പോഴും. സുഖമുള്ളപ്പോൾ മാത്രമല്ല, കൊട്ടാരമുള്ളപ്പോൾ മാത്രമല്ല, മരുഭൂമിയിലും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൽ കാണും. കഷ്ടതയിലും അവനെ ഞാൻ സ്തുതിക്കും. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ ആരാധിക്കും. കഷ്ടതയിൽ ഞാൻ ദൈവത്തെ പാടും എന്നുറപ്പുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. പ്രിയരെ, വചനം പറയുന്നു, കൊട്ടാരത്തുനിന്ന് മോശയെ മരുഭൂമിക്കകത്ത് കൊണ്ടിട്ടു. ഒറ്റയ്ക്കല്ല കേട്ടോ. സങ്കീർത്തനം 136 സങ്കീർത്തനമാണെന്ന് തോന്നുന്നു. അതിനകത്തൊരു ഫ്രൈസ് ഇങ്ങനെ പറയുന്നുണ്ട്, മരുഭൂമിയിലൂടെ എന്നെ നടത്തിയവന് അവൻ്റെ ദയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായി വന്നതല്ല ഈ മരുഭൂമി. അത് ദൈവം നടത്തിക്കൊണ്ടുവന്നതാ. കൊട്ടാരത്തുനിന്ന് ഇറക്കി നിന്നെ ഈ വഴി കൊണ്ടുവന്നതാ. ജീവിതത്തിൻ്റെ മുമ്പിൽ വന്ന പ്രതിസന്ധിയിലെ ദൈവം നിന്നെ ഒറ്റയ്ക്ക് വിട്ടതല്ല കുഞ്ഞ്. ഈ മരുഭൂമിയിലൂടെ ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവന്നതാ. ഈ പകൽക്കാലം മരുഭൂമിക്കകത്ത് ഒറ്റപ്പെട്ട് കരയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈ പകൽക്കാലം ഈ മരുഭൂമി തകർക്കുന്ന ഇടമല്ല, ഇത് നിന്നെ പണിയുന്ന ഇടമാണ്. ഈ മരുഭൂമി നിന്നെ തകർക്കാൻ വേണ്ടിയുള്ളവല്ല, നിന്നെ പണിയുന്ന ഇടമാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങണം. ഈ പകൽക്കാലം മരുഭൂമിയിൽ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം ദൈവസാന്നിധ്യമാണ്. 2, മോശയോട് വചനം പറയുന്നു, മരുഭൂമിയിൽ മോശയ്ക്ക് ലഭിച്ച രണ്ടാമത്തെ കാര്യം, ഫറവോന്റെ കൊട്ടാരത്തിൽ കേൾക്കാത്തൊരു ശബ്ദം മരുഭൂമിയിൽ മോശ കേട്ടു. മരുഭൂമിയുടെ പ്രത്യേകത, ഉടയവൻ ഡയറക്റ്റായി സംസാരിക്കുന്ന ഇടം. ഒറ്റപ്പെടലാണ് കേട്ടോ ദൈവശബ്ദം കേൾക്കുന്നേ. ആ സമയത്തൊക്കെ വെളിപ്പെടുന്ന പ്രസൻസിനകത്ത് ദൈവം സംസാരിക്കുമ്പോൾ, അടിയനോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ചരിത്രത്തെ തിരിക്കുന്ന, നമ്മുടെ മാത്രമല്ല ദൈവിക ഹൃദയത്തിലെ മിസ്റ്ററികളെ തുറന്ന് കൈമാറുന്ന ചില ഇടങ്ങളായി മാറും. പൗലൂസിനൊരു മരുഭൂമി ഉണ്ടായിരുന്നു, അറേബ്യൻ മരുഭൂമി. ആ മരുഭൂമിയിൽ 1.5 വർഷം പൗലൂസ് ഇരുന്നാണ് വചനം പറയുന്നു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് കർത്താവിൽ നിന്ന് പ്രാപിച്ച ഇടമാണ് മരുഭൂമി. പ്രിയരേ, ദൈവസാന്നിധ്യം ഇറങ്ങുന്നത് മരുഭൂമിയില. 2 ദൈവ ശബ്ദം കേൾക്കുന്നത് മരുഭൂമിയില. കൊട്ടാരത്തിൽ നിന്നാൽ നിനക്കൊരു പക്ഷെ ഇതൊന്നും കിട്ടില്ല. 3ാമത്തെ പ്രത്യേകത പറഞ്ഞ് നമ്മൾ ആരാധിക്കാൻ പോവാ. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ജീവിതത്തിൻ്റെ പലകമേൽ എഴുതിയിട്ടോ. മരുഭൂമിക്കകത്ത് ഇത് ഇത് നീ പിടിച്ചിട്ടേ മറ്റൊരു പുറപ്പാടിലേക്ക് നീ തലിക്കാവൂ. വചനം പറയുന്നു, ഈ മരുഭൂമിയിൽ വച്ചാണ് മോശ അമ്മ പറഞ്ഞുകൊടുത്ത വിശ്വാസത്തിൻ്റെ വാക്കുകൾ കേട്ട് മുല കുടിക്കുന്ന നാൾ മുതൽ വളർന്നു വന്ന ഓരോ സ്റ്റെപ്പുകളിലും വിശ്വാസത്തിൻ്റെ ചുവടുകൾ വച്ച് ദൈവമുണ്ടെന്നും
സത്യദൈവമാണെന്നും നമ്മൾ എബ്രായരാണെന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണെന്നും അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ഇടപെട്ട പിതാക്കന്മാരുടെ ദൈവം നമുക്കുണ്ട് എന്ന് മോശ കേട്ട ആ ദൈവത്തെ കണ്ട ഇടം അത് മരുഭൂമിയാണ്. മരുഭൂമിയുടെ മൂന്നാമത്തെ പ്രത്യേകത അവന്റെ സാന്നിധ്യം അനുഭവിക്കുക മാത്രമല്ല, അവന്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, ഈ രാത്രി ആത്മാവിൽ പ്രവചിക്കുക, ദൈവത്തെ അക്ഷരീരമോ കാണുന്ന ഇടമാണ് മരുഭൂമിയെങ്കിൽ ഈ പകൽ എത്ര അവർണ്ണനീയമാണ്. അങ്ങനെ കണ്ടവനാ, അങ്ങനെ കേട്ടവനാ, അങ്ങനെ അവന്റെ സാന്നിധ്യം അനുഭവിച്ചവനാ. അവന്റെ വടിയിട്ടാൽ അത് സർപ്പമാകും, ശത്രുവിന്റെ പാമ്പിനെ അത് വിഴുങ്ങും. അവന്റെ വടി അത്ഭുതത്തിന്റെ വടിയായി മാറും. വടി കൊണ്ട് ചെങ്കടലുകൾ വിഭാജിക്കപ്പെടും. ഓ രാമാനാഥരെ, അവിടെയാ മന്ന വെളിപ്പെടുന്നത്, അവിടെയാ കാടപ്പച്ചി വെളിപ്പെടുന്നത്. മന്നയല്ല വിഷയം, കാടപ്പച്ചിയല്ല വിഷയം. പകൽ ആത്മാവിൽ പിടിക്കാൻ കഴിയുമോ? ഈ തലമുറയിൽ കഷ്ടതയ്ക്കകത്തും മരുഭൂമിക്കകത്തും അവന്റെ ശബ്ദം കേൾക്കുന്ന, അവനെ കാണുന്ന, ഞാൻ ആത്മാവിൽ പറയാ, സബിംബാസ കാണാൻ നിൽക്കരുത്. ഇവിടെ ഇരിക്കുന്ന ഒരു വിശ്വാസികളെയും കാണാൻ നിൽക്കരുത്, ആരെയും കാണാൻ നിൽക്കരുത്. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് അങ്ങയൊന്ന് കാണണം. പ്രിയരെ, ആ ദൈവത്തെ കണ്ടാൽ നിന്റെ ചരിത്രം തിരിയും.